Hi guys, welcome back to my channel. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ദാൽ ഫ്രൈ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. I don't really know what comes next. I'm just doing my best even though I'm so ദാൽ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 200 തോരൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. നമ്മളെ ഡാൽ ഫ്രൈക്കുള്ള പരിപ്പ് കൂടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് വറവ് വെച്ചിട്ടെടുക്കുന്നുണ്ട്. നമ്മളൊരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, ഒരു 3 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സൈസ് തക്കാളി കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. നമ്മൾ അടുപ്പ് കൂടെ കത്തിച്ചിട്ടുണ്ട്. അതുമേലേക്കൊരു ഫ്രൈ പാൻ വെക്കുന്നുണ്ട്. ഫ്രൈ പാൻ ചൂടായതിനു ശേഷം വേണം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതെല്ലാം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫ്രൈ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ചേർക്കാൻ വേണ്ടിയിട്ട്. അത് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് കൂടി ഇതിൻ്റെത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ഒരു 4 പച്ചമുളകും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത്. നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദാൽ ഫ്രൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി കാണാം.